ഹലോ, നമസ്കാരം. ഒരു ഇൻട്രസ്റ്റിംഗ് തോട്ട്. അതായത് നമ്മൾക്കൊക്കെ ചില അഭിപ്രായങ്ങളുണ്ട്, ചില ആശയങ്ങളുണ്ട്. വളരെ സ്ട്രോങ് ആയതാണ് ചിലത് അത്ര സ്ട്രോങ് അല്ല. പക്ഷെ ആ ആശയങ്ങളിൽ നിന്നും ആ അഭിപ്രായങ്ങളിൽ നിന്നൊക്കെ കംപ്ലീറ്റ്ലി വിപരീതമായ കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ടോ എന്നുള്ളത് പറയാൻ കാരണം എന്താണ്, നമ്മളുടെയൊക്കെ ഉദ്ദേശം എന്താ? വി വോണ്ട് ടു ലേൺ, വി വോണ്ട് ടു ഗ്രോ. പഠിക്കണം എന്നും മുന്നോട്ട് പോകണമെന്നും ആഗ്രഹമില്ലാത്ത ധാരാളം ആൾക്കാരുണ്ടായിരിക്കാൻ മതി. ഞാൻ ഓല കാര്യമല്ല പറയുന്നത്. ബട്ട് ഇഫ് യു വാണ്ട് ടു ലേൺ, ഇഫ് യു വാണ്ട് ടു ഗ്രോ, ഒരു പ്രൈമറി ആവശ്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ഹാവ് ടു മേക്ക് അവർ സെൽസ് അൺകംഫർട്ടബിൾ. നമുക്കൊരു അസൗകര്യമാവുന്ന കാര്യങ്ങൾ മാത്രമേ, അതുവഴി മാത്രമേ പഠിക്കുക എന്ന് പറയുന്നത് ഈസി പരിപാടിയൊന്നുമല്ല. വളരെ ഈസി ആയിട്ട് പഠിക്കാനൊന്നും പറ്റില്ല. ആ പഠിക്കുന്ന പ്രോസസ്സിൽ നമ്മളെ ഭയങ്കരമായിട്ട് അൺകംഫർട്ടബിൾ ആക്കുന്ന പൊസിഷനിലേക്ക് നമ്മളെ കൊണ്ടുപോകുമെന്നുള്ളതാണ്. ഒരു കിണറ്റിൽ ജീവിക്കുന്ന മാതിരിയാണ് നമ്മൾ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ മനസ്സിലാക്കാൻ തയ്യാറാവാതിരിക്കുന്ന സമയത്ത് വി ആർ ആക്ച്വലി ഇൻസൈഡ് എ വെൽ. നമ്മളിൽ നിന്നും ടോട്ടലി വ്യത്യസ്തമായ അഭിപ്രായമുള്ള ആൾ വേറൊരു കിണറിലേക്ക് കിട്ടോ. പക്ഷെ ആ കിണർ അപ്പുറത്താണ്. നമ്മളെപ്പോലെ മാത്രം ചിന്തിക്കുന്ന, അഭിപ്രായങ്ങൾ മാത്രമുള്ള ആൾക്കാരുടെ കൂടെ നിൽക്കുന്നത് വഴി നമുക്ക് ലേണിങ്ങും ഗ്രോത്തും ഉണ്ടാവും എന്നുള്ളൊരു ചോദ്യമാണ്. ഇനിയിപ്പോൾ അപ്പുറത്തുള്ള കിണറ്റിലാണ് ബാക്കിയുള്ളവർ എന്നുണ്ടെങ്കിലും ഈ കിണറ്റിൽ നിന്ന് പുറത്ത് കിടന്ന് പുറം ലോകം കണ്ടാൽ മാത്രമേ ആ കിണറ്റിലേക്ക് എത്തി നോക്കാൻ കൂടി പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഈ കിണറ്റിൽ തന്നെ കിടക്കുക. പുസ്തകങ്ങൾ വഴി നമ്മൾ എതിർക്കുന്ന ആൾക്കാരുടെ ആശയങ്ങൾ, വൈ ഡു പീപ്പിൾ തിങ്ക് ദ വേ ദേ തിങ്ക്? നമ്മളിൽ നിന്നും വ്യത്യസ്ത അഭിപ്രായമുള്ള ആൾ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ അയാളുടെ സംസാരം നിർത്തുക, അതിനെ കൗണ്ടർ ചെയ്യുക, തർക്കം, ഡിബേറ്റ് എന്നുള്ളതൊക്കെയാണ് ഫസ്റ്റ് ഇൻസ്റ്റിങ്ക്റ്റ്. അതാണ് എൻ്റർടൈൻമെൻ്റായിട്ടും കാണിക്കുന്നത്. പക്ഷേ ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ദ അതർ പേഴ്സൺ ഇസ് സേയിങ്, മറ്റൊരാൾ പറയുന്നത് മനസ്സിലാക്കാനും, അതേപോലെ എന്തുകൊണ്ട് മറ്റൊരാൾ നമ്മൾ ചിന്തിക്കുന്ന പോലെ അല്ല ചിന്തിക്കുന്നതെന്ന് മനസ്സിലാക്കാനുള്ള ശ്രമം നടത്തുക എന്നുള്ളത്, ഇത് ശ്രമിക്കേണ്ട വലിയൊരു ആവശ്യമാണ്. പക്ഷെ പലപ്പോഴും നമ്മൾ എല്ലാ ചർച്ചകളും ഇങ്ങനത്തെ അഭിപ്രായ വ്യത്യാസമുള്ള ഒരാൾ അപ്പുറത്ത് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ തർക്കത്തിലേക്ക് കിടക്കുക എന്നുള്ളതാണ്. അതല്ലാണ്ട് ഇന്ന് എൻ്റെ അഭിപ്രായത്തിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായമുള്ള ഒരാളുണ്ട്, മേ ബി ടുഡേ ഐ ക്യാൻ ലേൺ സംതിങ് എന്ന് നമ്മൾ ഒരിക്കലും ആലോചിക്കില്ല എന്നുള്ളതാണ്. ഞാൻ ഇത് പറയുമ്പോൾ ഞാൻ ആലോചിക്കുന്നുണ്ട് എന്നുള്ളതല്ല കേട്ടോ, നമ്മളത് ആലോചിക്കില്ല എന്നുള്ളതാണ്. കാരണം നമുക്ക് നമ്മളെ അഭിപ്രായത്തിൽ നമ്മളെ കിണറ്റിൽ ഇങ്ങനെ ചുറ്റി കളിക്കുന്നതാണ് ഏറ്റവും കംഫർട്ടബിൾ ആയത്. നമ്മളെ കിണറ് ഭയങ്കര കംഫർട്ടബിൾ നമുക്ക്. അതുകൊണ്ട് തന്നെ ആൾക്കാർ ഇതാണ് ഒരു കിണറ്റിൽ നിന്ന് ചാടി നേരെ അപ്പുറത്തെ കിണറ്റിലാണ്. പുറം ലോകത്ത് നിൽക്കുന്ന പരിപാടിയേ ഇല്ല. ഒരു മതത്തിൽ നിന്ന് ചാടി വേറൊരു മതത്തിലേക്ക്, മതത്തിൽ നിന്നും വിട്ട് നിരീശ്വരവാദത്തിലേക്ക് പോയി കഴിഞ്ഞാൽ നിരീശ്വരവാദത്തിനെ ഒരു മതം പോലെ, നിരീശ്വരവാദം പറഞ്ഞു നടക്കുന്ന മെയിൻ ആൾക്കാരെ ആൾദൈവങ്ങളെ പോലെ. അതായത് കിണറ്റിൽ നിന്ന് വേറൊരു കിണറ്റിലേക്ക് ചാടുക എന്നുള്ള, അല്ലാണ്ട് പുറം ലോകം എന്നുള്ളൊരു തോട്ടേ ഇല്ല. ഒരു പാർട്ടിയിൽ നിന്ന് വേറൊരു പാർട്ടിയിലേക്ക് ചാടുക. ആൾക്കാർ എത്രയോ ഉണ്ട്. ഓരോ മതത്തിൽ നിൽക്കുന്ന ആൾക്കാരുണ്ട്, ഓരോ പാർട്ടിയിൽ നിൽക്കുന്ന ആൾക്കാരുണ്ട്, ചില ആശയങ്ങൾ വളരെ സ്ട്രോങ് ആയി നിൽക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ അതേ സമയം എല്ലാം അറിയുന്നവരാണ് നമ്മൾ, എല്ലാം നമ്മളുടെ ഈ കിണറ്റിൻ്റെ ഉള്ളിലാണ് എന്ന് വിചാരിക്കുന്നതല്ല കുറേ ആൾക്കാർ. ഒരു കിണറ്റിൽ ജീവിക്കുമ്പോഴും പുറം ലോകമുണ്ടെന്നും മറ്റ് കിണറുകളുണ്ടെന്നും മനസ്സിലാക്കി കിണറ്റിൻ്റെ പുറത്തേക്ക് വന്ന് അപ്പുറത്തുള്ള കിണറൊക്കെ നോക്കി അവിടുന്ന് പുറത്തേക്ക് വരുന്ന ആൾക്കാരുമായിട്ട് സംവദിച്ചിട്ട് ഇവിടെ വന്ന് നമ്മളെ കിണറ്റിൽ ചില മാറ്റങ്ങൾ വരുത്താനൊന്നും അത് പല ആൾക്കാരും ചെയ്യില്ല. ചില ആൾക്കാർ ചെയ്യും. നിങ്ങൾ ഏത് പാർട്ടിയിലും ഏത് മതത്തിലും ഏത് ആശയ ഗ്രൂപ്പിലും നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ആ ഒരു കൺഫൈൻസിൽ നിന്നും പുറത്ത് കിടന്നിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി അവരുടെ ഗ്രൂപ്പിനെ, അവരുടെ മതത്തെ, അവരുടെ രാഷ്ട്രീയ പാർട്ടിയെ, അവരുടെ ആശയപരമായിട്ടുള്ള ആ ഒരു സംഘടനയെ ഒക്കെ തന്നെ മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ആസ് വി ഗോ ഫോർവേഡ് ആ നമ്പർ ഓഫ് ആൾക്കാരുടെ ആ നമ്പർ കുറഞ്ഞു കൊടുക്കുകയാണ്.
ഇപ്പം ഞാൻ എൻ്റെ കിണറ്റിൽ നിന്ന് പുറത്ത് പോയിട്ട് കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അപ്പുറത്തെ കിണറ്റിലേക്ക് ഒന്ന് എത്തി നോക്കി. ഇതൊക്കെ കഴിഞ്ഞ് തിരിച്ചിൻ്റെ കിണറ്റിലൊന്നും ഞാൻ പറയാം അല്ല, ഈ പുറം ലോകത്ത് അപ്പുറത്തെ കിണറ്റിൽ ഇങ്ങനെ ചില കാര്യങ്ങൾ നടത്തുന്നുണ്ട്. നമുക്കൊക്കെ തന്നെ ഈ കിണറൊന്നും കൂടി ഒന്ന് മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ നന്നാവില്ല എന്ന് വെച്ചാൽ ഇവനെ കറണ്ടിൽ പുറത്താക്കി. ഒരു പാർട്ടിയിൽ നിന്നോ ഒരു മതത്തിൽ നിന്നോ ഏതൊരു ഗ്രൂപ്പിൽ നിന്നോ പുറത്താക്കപ്പെടുന്നവൻ രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. അതായത് ഒരു മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് ഒരു ആവശ്യം ഉന്നയിച്ചിട്ട് മാറ്റം വരുത്തണമെന്ന് പറയുന്ന കാരണം കൊണ്ട് നിങ്ങളെ ഒരു പാർട്ടിയിൽ നിന്നോ നിങ്ങളെ ഒരു മതത്തിൽ നിന്നോ നിങ്ങളെ ഒരു സംഘടനയിൽ നിന്നോ ഗ്രൂപ്പിൽ നിന്നോ പുറത്താക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ടു വിചാരിച്ചാൽ മതി. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ ഫ്രീഡം. പുറത്താക്കപ്പെടുക, ഉൾപ്പെടുത്തുക എന്നുള്ളൊരു സംഭവമുണ്ട്. പക്ഷെ പുറത്താക്കപ്പെടുക എന്നുള്ളൊരാവശ്യം വ്യക്തി സ്വാതന്ത്ര്യത്തിന് ചിന്തിക്കാൻ വേണ്ടിയിട്ട് വളരെ ആവശ്യമായിട്ടൊരു സാധനമാണ്. എനിക്ക് തോന്നുന്നു കേട്ടോ. ഞാൻ അങ്ങനെയൊക്കെ പുറത്താക്കപ്പെട്ടിട്ടുള്ളൊരു മനുഷ്യനാണ് പല സ്ഥലങ്ങളിൽ നിന്നും.